നമസ്കാരം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ പ്രോട്ടീനുകൾ കഴിക്കുന്നത് നമ്മളുടെ കിഡ്നികളെ തകരാറിലാക്കുന്നു. ഇത് പലർക്കുമുള്ള ഒരു സംശയമാണ്. അപ്പോൾ ആ ഒരു ചോദ്യത്തിൻ്റെ മറുപടി തരുന്നതിന് മുന്നായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എന്താണ് പ്രോട്ടീനുകൾ നമ്മളുടെ ശരീരത്തിൽ ചെയ്യുന്നത്? എന്താണ് പ്രോട്ടീനുകളുടെ ഫങ്ഷൻ? പ്രോട്ടീനുകൾ നമുക്കറിയാവുന്നതുപോലെ നമ്മളുടെ ശരീരത്തിൽ അമിനോ ആസിഡ്സ് ഉണ്ടാക്കാനായി അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ്, അല്ലേ? ഈ പ്രോട്ടീനുകൾ ശരീരത്തിലെ പല പ്രധാന പ്രവർത്തനങ്ങളും കാഴ്ചവെക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ശരീരത്തിൻ്റെ വളർച്ച, കോശങ്ങളുടെ വളർച്ചയും അതുപോലെ തന്നെ അവയുടെ സെൽ റിപ്പയർ, എന്തെങ്കിലും പ്രശ്നങ്ങൾ അവയ്ക്ക് നേരിട്ട് കഴിഞ്ഞാൽ അവയെ റിപ്പയർ ചെയ്യാൻ പ്രോട്ടീൻ ആവശ്യമാണ്. അതേപോലെ തന്നെ ശരീരത്തിലെ പല പ്രധാന കർത്തവ്യങ്ങളും നിർവഹിക്കുന്ന എൻസൈംസ്, അവയിലെ ഒരു പ്രധാന ഘടകമാണ് പ്രോട്ടീൻ. ഉദാഹരണത്തിന് നമ്മളുടെ ദഹന പ്രക്രിയ, അതുമല്ലെങ്കിൽ നമ്മളുടെ ബാക്കിയുള്ള പലതരത്തിലുള്ള ബയോകെമിക്കൽ റിയാക്ഷൻസ് ശരീരത്തിൽ നടക്കുന്നത്. ഈ ബയോകെമിക്കൽ റിയാക്ഷൻസ് വേണ്ട രീതിയിൽ ശരീരത്തിൽ നടത്താൻ വേണ്ട എൻസൈംസ്, ഈ എൻസൈംസ് വേണ്ട രീതിയിൽ പ്രവർത്തിക്കാനും പ്രോട്ടീൻസിൻ്റെ സാന്നിധ്യം ആവശ്യമാണ്. കാരണം പ്രോട്ടീനുകൾ നമ്മളുടെ സെല്ലുകൾക്ക് ഉള്ളിലുള്ള സബ്സ്ട്രേറ്റ് എന്ന് പറയുന്ന ഒരു പദാർത്ഥവുമായി ബൈൻഡ് ചെയ്ത് അതുമല്ലെങ്കിൽ കൂടിച്ചേർന്നാണ് ഈ രീതിയിൽ എൻസൈമുകളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കുന്നത്. അത് രണ്ട്. പിന്നെ മൂന്നാമത്, ഈ പ്രോട്ടീനുകൾ തന്നെ നമ്മളുടെ ശരീരത്തിലെ പല ഹോർമോണുകളുടെയും ഭാഗമാണ്. ഉദാഹരണത്തിന് ഇൻസുലിൻ, അതുമല്ലെങ്കിൽ മെയിൽ ഹോർമോണായ ടെസ്റ്റോസ്റ്റിറോൺ, ഇങ്ങനെ എത്രയോ ഹോർമോണുകൾ, ഗ്ലൂക്കാഗോൺ, ഇങ്ങനെ ഹ്യൂമൻ ഗ്രോത്ത് ഹോർമോൺ, ഇങ്ങനെ എത്രയോ ഹോർമോണുകൾ നമുക്ക് പറയാൻ സാധിക്കും. ഈ ഹോർമോണുകളുടെയും ഒരു പ്രധാന ഘടകമാണ് പ്രോട്ടീനുകൾ. ഇതേപോലെ തന്നെ ശരീരത്തിലെ pH വാല്യൂ. എന്താണ് pH വാല്യൂ? നമ്മളുടെ രക്തത്തിനാണെങ്കിലും ശരീരത്തിലെ പല ദ്രാവകങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള pH ഉണ്ട്. ഈ pH വാല്യൂ നിലനിർത്താൻ, അതുമല്ലെങ്കിൽ ഇത് ക്ഷാരതയോ അതുമല്ലെങ്കിൽ അമ്ലതയോ അതുമല്ലെങ്കിൽ ഇനർട്ടായിട്ടോ ഇവയെ നിലനിർത്താനായിട്ട് പ്രോട്ടീനുകളുടെ സാന്നിധ്യം അത്യാവശ്യമാണ്. ഇതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ബ്ലഡിൻ്റെ pH 7.4 ആണ്. ഇങ്ങനെ നിലനിർത്താനായി ഹീമോഗ്ലോബിൻ നമ്മളുടെ ശരീരത്തിലെ കുറച്ച് ആസിഡുമായി ബൈൻഡ് ചെയ്താണ് ഈ ഒരു രീതിയിൽ ശരീരത്തിലെ pH നിലനിർത്തുന്നത്. ഇങ്ങനെ ധാരാളം പ്രവർത്തനങ്ങളിൽ പ്രോട്ടീൻ ഭാഗവെക്കാവുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ശരീരത്തിലെ ഫ്ലൂയിഡ് ബാലൻസ്. നമുക്കറിയാം, അല്ലേ? കിഡ്നി രോഗമെല്ലാം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലരുടെയും ശരീരത്തിൽ നീരും മറ്റുമാണ് ആദ്യം ഉണ്ടാകുന്നത്. പക്ഷേ ഇതിൻ്റെ നമ്മൾക്കറിയാവുന്ന രണ്ട് ഘടകങ്ങൾ, ആൽബുമിൻ, ഗ്ലോബുലിൻ, ഇങ്ങനെയുള്ള രണ്ട് പ്രോട്ടീനുകൾ ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ പല ഭാഗത്തും നീർക്കെട്ട്, കാരണം സെല്ലുകൾക്കിടയിലായി വെള്ളം തങ്ങി നിൽക്കാനും അതുമല്ലെങ്കിൽ ഫ്ലൂയിഡ് തങ്ങി നിൽക്കാനും ശരീരത്തിൽ നീർക്കെട്ടുണ്ടാകാനും പ്രോട്ടീൻ ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ, നാം കഴിക്കുന്ന ഭക്ഷണത്തിലെ പ്രോട്ടീൻ കുറഞ്ഞു കഴിഞ്ഞാൽ അതിന് കാരണമാകും. അപ്പോൾ ധാരാളം ശാരീരിക പ്രവർത്തനങ്ങളിൽ പ്രോട്ടീൻ ഭാഗവക്കാണ്. So let me just translate it into English and then I will come back to Malayalam. So we are discussing on the role of protein in the body functions, and the question today that we are discussing is whether excess of proteins or protein intake as such can lead to kidney damage. This is a common doubt that many people express, because many people go to gym and all, and they do mail me, oh, I am going to gym and can I take this much of protein? How much of protein I should take daily? How much of protein food I should consume daily? But before going into the deeper aspects of this question, let me explain what is the role of protein in our body. As we know, protein is very much necessary to maintain growth and repair of the cells, and it is very much a part of enzymes which are part of many of the biochemical reactions that is happening in our body. Especially digestion is an example. Many digestive enzymes, they do contain proteins. And thirdly, they are equally important in the formation of hormones, and you know, many hormones are there, and almost every hormone contains protein in one form or the other form, whether it is insulin, glucagon, testosterone, estrogen, anything, they contain proteins. And proteins are very much required for maintaining the pH value
of the fluids of the body. Especially an example is the blood itself. The pH value of blood is 7.4. The hemoglobin in our body binds with the acid and maintains the pH of the body. And also protein is required for the fluid balance in the body. For example, if globulin, albumin, these sort of proteins do reduce in the body, this can lead to fluid accumulation in the body parts, and which in turn can lead to edema. And again, proteins are part of many of the structural parts of the body, like collagen, elastin, and these sort of structural parts, keratin. All these contain proteins. So proteins are very much essential for the body. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക്, ഇങ്ങനെ പ്രധാനപ്പെട്ട ഒരു സാധനം അല്ലേ, ഇങ്ങനെ പ്രധാനപ്പെട്ട പ്രോട്ടീൻ, അതുമല്ലെങ്കിൽ മാംസ്യം എന്ന്, മാംസമല്ല മാംസ്യം എന്ന് മലയാളത്തിൽ പറയുന്ന ഈ ഒരു മാക്രോ ന്യൂട്രിയൻ എത്ര അളവിൽ നമ്മൾ കഴിക്കണം? ഇതൊരു പ്രധാന ചോദ്യമാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ജിമ്മിലെല്ലാം പോകുന്നുണ്ട്, ഞാൻ പ്രോട്ടീൻ പൗഡർ കലക്കി കുടിക്കണോ, അത് എത്ര കഴിക്കണം, എങ്ങനെ കഴിക്കണം? എല്ലാവർക്കും കൺഫ്യൂഷനാണ്. ഇക്കാലത്ത് ഏതെങ്കിലും ഒരു ആരോഗ്യ സ്ഥാപനത്തിൽ പോയാൽ അവിടുത്തെ പലരും ഈ പറഞ്ഞ പോലെ തന്നെ പല രീതിയിലുള്ള പ്രോട്ടീൻ പൗഡർ കൊടുക്കുന്നുമുണ്ട്. ഇത് കഴിക്കണോ വേണ്ടയോ പലർക്കും സംശയമാണ്. ഇതിനുള്ള ഏറ്റവും ഒരു എളുപ്പ വഴി, നിങ്ങളുടെ ബോഡി വെയ്റ്റ് എത്രയാണ് എന്നുള്ളത് ഒന്ന് അറിയുക. ഇതറിയാനായിട്ട് എളുപ്പമാണല്ലോ അല്ലേ? ഇവനൊരു വലിയൊരു പെട്ടിക്കടയിൽ ചെന്നാലും നിങ്ങൾക്ക് നിങ്ങളുടെ വെയിറ്റ് അളക്കാനുള്ള ഉപാധികളുണ്ട്. അപ്പോൾ വെയിറ്റ് അളന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് 70 കിലോ വെയിറ്റ് ആണ് എന്നിരിക്കട്ടെ, ശരീരത്തിൻ്റെ ഓരോ കിലോ വെയിറ്റിനും 0.8 ഗ്രാം പ്രോട്ടീനാണ് നിങ്ങൾ നൽകേണ്ടത്. അതായത് 7 എന്ന് പറയുമ്പോൾ ഏകദേശം 56 ഗ്രാം പ്രോട്ടീനാണ് നിങ്ങളുടെ ശരീരത്തിന് അങ്ങനെയുള്ള സാഹചര്യത്തിൽ, സാധാരണ, അതായത് സെഡൻഡറി ആയി വലിയ ശാരീരികമായ അധ്വാനങ്ങളൊന്നുമില്ല, സുഖമായ ജീവിതം, ഓഫീസിലൊക്കെ പോയി എ സിയിലെല്ലാം ഇരുന്ന് പ്രത്യേകിച്ച് എക്സസൈസുകളൊന്നുമില്ല, 3 നേരം കുശാലായി ഷാപ്പാടി അടിക്കുന്ന ഒരാളാണെങ്കിൽ ഇത്രയും പ്രോട്ടീൻ നിങ്ങൾക്ക് മതിയാകും. എന്നാൽ തന്നെ ഒരു 0.8 മുതൽ 1 ഗ്രാം വരെ ഓരോ കിലോ ബോഡി വെയ്റ്റിനും കൊടുക്കാം എന്നുള്ളതാണ് ഇന്ന് ശാസ്ത്രീയമായ പഠനങ്ങൾ കണ്ടിരിക്കുന്നത്. ഇനി നിങ്ങൾ 60 വയസ്സിന് മുകളിലുള്ള ആളാണെങ്കിൽ, അതുമല്ലെങ്കിൽ ബ്രസ്റ്റ് ഫീഡിങ്, അതേപോലെ തന്നെ പ്രഗ്നൻസി, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് പ്രോട്ടീൻ കൂടുതലായിട്ട്, മുലയൂട്ടുന്ന അമ്മമാർക്ക്, അതുപോലെ തന്നെ ഗർഭിണികൾക്ക്, ഇവർക്കെല്ലാം പ്രോട്ടീൻ കൂടുതലായിട്ട് ശരീരത്തിന് വേണ്ടി വന്നേക്കാം. അത് അതാത് സമയങ്ങളിൽ ഡോക്ടർമാരുമായിട്ട് കൺസൾട്ട് ചെയ്യുക. എങ്കിൽ തന്നെ ഇപ്പോൾ പ്രായമായവർക്കെല്ലാം 1 ഗ്രാമിന് അല്പം മുകളിൽ ഓരോ കിലോ ബോഡി വെയ്റ്റിനും പ്രോട്ടീൻ ഉള്ളിലേക്ക് കഴിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ പ്രായമായവരുടെ കാര്യവും വ്യക്തമായി. ഇനി മൂന്നാമത്തത്, കടുത്ത കായികാധ്വാനവും അതേപോലെ തന്നെ ജിമ്മിൽ പോകുന്നവരും നല്ല രീതിയിൽ രാവിലെയും വൈകിട്ടുമെല്ലാം അല്ലേ നമ്മളുടെ സൽമാൻ ഖാനെയും മറ്റും പോലെ ശരീരം കൊണ്ടു നടക്കുന്ന, 6 പാക്ക് എല്ലാം കൊണ്ട് നടക്കുന്നവർക്ക് പ്രോട്ടീൻ്റെ ആവശ്യം ചിലപ്പോൾ കുറച്ചുകൂടി കൂടുതൽ വന്നേക്കാം. അങ്ങനെയുള്ളവർക്ക് ഒരു 1.6 ഗ്രാംസ് ടു 2.2 ഗ്രാംസ്, ഇതാണ് ശാസ്ത്രീയമായ പഠനങ്ങൾ. ഓരോ കിലോയ്ക്കും, ശരീരഭാരത്തിൻ്റെ ഓരോ കിലോയ്ക്കും 1.6 മുതൽ 2.2 ഗ്രാം വരെ ഓരോ കിലോ ശരീരഭാരത്തിനും ഇത്രയും പ്രോട്ടീൻ നിങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് ഒരു സാമാന്യമായ ഒരു യുക്തി. അപ്പോൾ ഇവിടെയും ഒരു പ്രശ്നം വരുന്നുണ്ട് അല്ലേ? എങ്ങനെയാണ് നമ്മൾക്ക് ഉദാഹരണത്തിന് ഈ ഇത്രയും ഗ്രാം പ്രോട്ടീൻ, അപ്പോൾ ഇതും ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിന് നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ കലോറി നീഡ്, എത്രയാണ് നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമുള്ള കലോറീസ്, എത്രമാത്രം ഊർജം ആവശ്യമാണ് എന്നുള്ളതെല്ലാം ഒരു ഡോക്ടർക്ക്, പ്രത്യേകിച്ച് ഒരു നാച്ചുറോപ്പതി ഡോക്ടർക്കോ ഡയറ്റീഷ്യനോ എല്ലാം നിങ്ങൾക്ക് വേണ്ട രീതിയിൽ മാർഗനിർദ്ദേശം നൽകാൻ സാധിക്കും. അപ്പോൾ ഉദാഹരണത്തിന് ഒരു 2000 കിലോ കലോറിയാണ് നിങ്ങൾക്ക്, കലോറീസാണ് നിങ്ങൾക്ക് ഒരാൾക്ക് വേണ്ട ഊർജം എന്ന് വയ്ക്കട്ടെ. സാധാരണഗതിയിൽ ഒരു പുരുഷന് വേണ്ടി വരുന്ന ഒരളവാണ് ഞാനീ പറയുന്നത്. 2000 കലോറീസ് ആവശ്യമുള്ള ഒരാളാണ് എന്നിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ അതിൻ്റെ 30% പ്രോട്ടീൻ സോഴ്സുകളിൽ കൂടി വേണം അദ്ദേഹത്തിനുള്ള എനർജി ലഭിക്കാൻ എന്നുള്ള ഒരു കണക്കിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് അപ്പോൾ 2000 കലോറിയുടെ ഏകദേശം 30% എന്ന് പറയുമ്പോൾ 500 മുതൽ 600 വരെ അല്ലേ? ഒരു 600 കലോറി എന്ന് നമുക്ക് വയ്ക്കാം. ഈ 600 അല്ലെങ്കിൽ 650 കലോറി നമുക്ക് ലഭിക്കണമെങ്കിൽ ഏകദേശം 150 ഗ്രാം പ്രോട്ടീനാണ് നമ്മൾ അപ്പോൾ കഴിക്കേണ്ടത്. മനസ്സിലായല്ലോ? അപ്പോൾ ഈ 150 ഗ്രാം
പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ 150 ഗ്രാം പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ ഇവിടെയും നമുക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ 150 ഗ്രാം ഇറച്ചി അല്ലെങ്കിൽ 150 ഗ്രാം മുട്ട എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. കാരണം 150 ഗ്രാം പ്രോട്ടീൻ നിങ്ങൾക്ക് 600 കലോറിയാണ് സമ്മാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇവിടെ അടുത്ത ഒരു സാഹചര്യം മനസ്സിലാക്കണം. എങ്ങനെയാണ് പോർഷൻ സൈസ്, അതുമല്ലെങ്കിൽ സെർവിങ് സൈസ്, ഓരോ അളവുകോലുകളുണ്ട്. ഒരു ഇത്ര ഇറച്ചിയിൽ, അതുമല്ലെങ്കിൽ ഇത്ര മുട്ടയിൽ, ഇത്ര പാലിൽ ഇത്ര പ്രോട്ടീൻ ഉണ്ട് എന്നുള്ളത്. ഇതുകൂടി മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ദിവസം കഴിക്കേണ്ട പ്രോട്ടീനെ കുറിച്ച് ഒരു സാമാന്യമായ ധാരണ ഉണ്ടാക്കിയെടുക്കാൻ തീർച്ചയായിട്ടും സാധിക്കും. അപ്പോൾ പ്രോട്ടീനുകളെ നിങ്ങൾ ഒഴിവാക്കി നിൽക്കേണ്ട ഒരു സാഹചര്യമില്ല. And now to the English translation. So we were now discussing like how these proteins, whether this how much of proteins should be consumed. As I told earlier, many people who are going to gym and those who are doing heavy physical exercise, they may need more of protein. But on an average, it is said like 0.8 to 1 gram per kg of body weight. This is what is the normal requirement for a sedentary person. But in case you are an elderly person, or if you are pregnant, or if you are breastfeeding, in such cases more of protein will be required. And again, if you are a person who is into heavy physical exercise, like you are maintaining a six-pack, and like our Salman Khan and all, you are doing heavy physical exercise, in such cases it is recommended that the required intake of protein will be 1.6 to 2.2 grams of protein per kg of body weight. Then again a question comes like how to calculate this amount and this one and all. It is very easy. Try to analyze the calorie need, and there are specific equations for that. A doctor, especially a naturopathy doctor or a dietitian, can help you with that. So there are equations to find the calorie need of your body, and 30% of this calorie need should be coming from a protein source. This is what is the common scenario. For example, if your calorie requirement is 2000, 30% of it will be around 600, right? 600 to 650. So if you have to get 600 calories of energy, then you should consume at least 150 grams of protein. Then again the doubt, like 150 grams of protein, that means only 150 grams of egg or meat. It is not that way. You have to see the serving size, that is the recommended serving portion on the scientific methods, and accordingly you have to choose the amount of protein food. So the amount of protein mentioned here doesn't mean the amount of protein food, because the protein which is in the food, it may be different from the weight of the food. This is what we should keep in mind. And now the last question. അപ്പോൾ ഇനി അവസാന ഭാഗത്തേക്ക്, അതായത് ഇത് കിഡ്നികളെ ഇത് ഡാമേജ് ചെയ്യുമോ? പലർക്കും പേടിയാണ്. പ്രോട്ടീൻ കഴിച്ചു കഴിഞ്ഞാൽ കിഡ്നികൾ അടിച്ചു പോകും എന്നാണ് ചിലരുടെ ധാരണ. അതുമല്ലെങ്കിൽ പ്രോട്ടീൻ പൗഡറുകൾ കഴിച്ചാൽ കിഡ്നികൾ അടിച്ചു പോകും. ഈ ഒരു ചോദ്യം പലരും, ജിനേഷ് അമൃത് ജ്യോതി, ഓക്കെ, യൂറിക് ആസിഡ് അത് വേറൊരു പ്രശ്നമാണ്. ജിതേഷ്, ഞാനത് അടുത്ത ഒരു ക്ലാസ്സിൽ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്താണെങ്കിലും അതിനുള്ള മറുപടി നമുക്ക് പിന്നീട് ഞാൻ പറയാം. അപ്പോൾ ഇത് കിഡ്നികളെ ഇത് ഡാമേജ് ചെയ്യുമോ? അപ്പോൾ പല പഠനങ്ങളും കാണിച്ചിരിക്കുന്നത് ഹൈ പ്രോട്ടീൻ ഡയറ്റ്, ഈ പറഞ്ഞ പോലെ വളരെ ഉയർന്ന തരത്തിലുള്ള പ്രോട്ടീൻ ഇക്കാലത്ത് പലരും കഴിക്കുന്നുണ്ട്. പ്രോട്ടീൻ പൊടികളായിട്ടും പ്രോട്ടീൻ, എനിക്ക് 10ഉം 20ഉം മുട്ട വെള്ളയെല്ലാം രാവിലെ കഴിക്കുന്നവരെ അറിയാം. അപ്പോൾ ഇങ്ങനെ പലരും കഴിക്കുന്നുണ്ട്. ഇത് കഴിക്കുമ്പോൾ യഥാർത്ഥത്തിൽ കൂടുതൽ പ്രോട്ടീൻ ശരീരത്തിൽ ചെല്ലുമ്പോൾ നമ്മളുടെ കിഡ്നികളിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് തീർച്ചയാണ്. ഇത് ഇന്ന് പഠനങ്ങൾ കാണിച്ചിട്ടുമുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ GFR എന്ന് പറയും, ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ്, കിഡ്നികൾ ഈ പറഞ്ഞ നമ്മളുടെ ശരീരത്തിലെ വേസ്റ്റിനെ അരിക്കുന്ന അളവ്, ഇതിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഹൈപ്പർ ഫിൽട്രേഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥ പലപ്പോഴും സംജാതമാകുന്നുണ്ട്. ഇത് കൂടാതെ കിഡ്നികളിൽ തന്നെ ഏറ്റവും ചെറിയ ഫങ്ഷണൽ യൂണിറ്റായ ഗ്ലോമറുലായി, ഇവയുടെ പ്രവർത്തനങ്ങൾ, ഇവയുടെ വലിപ്പം കൂടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കണ്ടിട്ടാണ് ഒരു കാലത്ത് ആളുകൾ വിചാരിച്ചത് ഇത് കിഡ്നി ഡാമേജിൻ്റെ ഫലമാണ് എന്ന്. പക്ഷേ ഇന്ന് പഠനങ്ങൾ കാണിച്ചിരിക്കുന്നത് ഇതെല്ലാം തന്നെ പ്രോട്ടീൻ
കിഡ്നി ഫങ്ഷൻസ് ഇംപ്രൂവ് ചെയ്യുന്നു എന്നതിൻ്റെ തെളിവായിട്ട് എടുക്കാം എന്നാണ് ഇന്ന് പല പഠനങ്ങളും പറയുന്നത്. ഇതിന് കാരണം ഉദാഹരണത്തിന് നമുക്കറിയാം, കിഡ്നി ഡാമേജ് ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട 2 രോഗങ്ങളാണ് ഉയർന്ന രക്തസമ്മർദ്ദവും ഡയബറ്റിസും. ഈ ഡയബറ്റിസ് ഉള്ളവർക്കും അതേപോലെ തന്നെ ഉയർന്ന രക്തസമ്മർദ്ദമുള്ളവർക്കും പ്രോട്ടീൻ ശരീരത്തിൽ കൂടുതലായിട്ട് ലഭിക്കുന്നത് നല്ലതാണ് എന്നാണ് പഠനങ്ങൾ കാണിച്ചിരിക്കുന്നത്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അമിതമായ കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങൾ, കൊഴുത്തതും വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണങ്ങൾ, റെഡ് മീറ്റ്, അതുപോലെ തന്നെ ഹൈ ഫാറ്റ് ഡയറി പ്രോഡക്ട്സ്, ഇങ്ങനെയുള്ള വസ്തുക്കളിലൂടെ നമ്മൾക്ക് ലഭിക്കുന്ന പ്രോട്ടീൻ്റെ സ്രോതസ് ആണ് നാം കുറയ്ക്കേണ്ടത്. നല്ല പ്രോട്ടീൻ, അത് പലതരത്തിലുള്ള പയറുവർഗ്ഗങ്ങൾ, പരിപ്പ് വർഗ്ഗങ്ങൾ, അതേപോലെ തന്നെ പച്ചക്കറികൾ, നമ്മൾ ബ്രക്കാളിയെല്ലാം നമ്മൾ ചർച്ച ചെയ്ത വിഷയങ്ങളാണ് അല്ലേ. ഇങ്ങനെ പല സോഴ്സുകളുണ്ട്. അല്ലാതെ വെജിറ്റേറിയൻസിന് പ്രോട്ടീൻ ക്ഷാമം വരുമെന്നുള്ള പേടിയൊന്നും വേണ്ട. വെജിറ്റേറിയനായി നിന്നുകൊണ്ട് തന്നെയും നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രോട്ടീൻ ലഭിക്കാൻ ധാരാളം വകുപ്പുകളുണ്ട്. അതേപോലെ തന്നെ മുളപ്പിച്ച പയറുവർഗ്ഗങ്ങൾ, അതേപോലെ തന്നെയാണ് സോയ മിൽക്ക്, സോയ ചങ്ക്സ്, ഇതെല്ലാം തന്നെ നല്ല രീതിയിൽ പ്രോട്ടീൻ നിങ്ങൾക്ക് തരുന്ന, സപ്ലിമെൻറ്റേഷൻ തരുന്ന വസ്തുക്കളാണ്. അപ്പോൾ വെജിറ്റേറിയൻസിനും തീർച്ചയായിട്ടും പ്രോട്ടീൻസ് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിനുള്ള മറുപടി, പ്രോട്ടീൻസ് ഒരിക്കലും, അമിതമായ പ്രോട്ടീൻസ് ഒരിക്കലും കിഡ്നികളെ ഡാമേജ് ചെയ്യുന്നില്ല. എങ്കിലും അധികമായാൽ അമൃതും വിഷം. ഡയറ്ററ്റിക്സിൽ, ഭക്ഷണ ക്രമീകരണത്തിൽ, നാച്ചുറോപ്പതിയിൽ എന്തും എപ്പോഴും നമ്മൾ ഓർക്കേണ്ടത്, നമ്മൾ ഒരു വളരെ സ്വസ്ഥമായ, അതുമല്ലെങ്കിൽ ശാസ്ത്രീയമായ ഒരു സമീപനം ഏതൊരു ഭക്ഷണത്തോടും സ്വീകരിക്കുക. ആരോഗ്യകരമായ ഭക്ഷണം, ആരോഗ്യകരമായ പ്രോട്ടീൻ സപ്ലിമെൻറ്റേഷൻ ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അതിൽ തെറ്റില്ല. പ്രോട്ടീനുകൾ ഒരിക്കലും കിഡ്നി ഡാമേജിന് കാരണമാകില്ല. പക്ഷേ ഇനി നിങ്ങൾക്ക് ഓൾറെഡി കിഡ്നി ഡാമേജ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് കിഡ്നിക്ക് എന്തെങ്കിലും രീതിയിലുള്ള അസുഖങ്ങൾ വന്നിരിക്കുന്നു, കിഡ്നികൾക്ക് അതിൻ്റെ പ്രവർത്തനങ്ങൾ താറുമാറായിട്ടിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ പ്രോട്ടീൻ കഴിക്കുന്നതിൽ ശ്രദ്ധ വേണം. അത് നിങ്ങളുടെ ഡോക്ടറോട്, അതുമല്ലെങ്കിൽ നിങ്ങളുടെ ഫിസിഷ്യനോട് സംസാരിച്ച് അതിൻ്റെതായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ തേടാവുന്നതാണ്. ഇനി യൂറിക് ആസിഡിനെ കുറിച്ച് വളരെ ചുരുക്കത്തിൽ പറയാം. യൂറിക് ആസിഡിലുള്ളവർ പ്രത്യേകിച്ച് ആനിമൽ പ്രോട്ടീൻസ്, അതുപോലെ തന്നെ പ്രോട്ടീൻ കണ്ടന്റുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് ജിനേഷിൻ്റെ ചോദ്യത്തിന് ഞാൻ മറ്റൊരു അവസരത്തിൽ ദീർഘമായിട്ടുള്ള മറുപടി ഞാൻ നൽകുന്നതാണ്. നാളെയോ മറ്റന്നാളോ തന്നെ ഈ ഒരു വിഷയം നമുക്ക് ചർച്ച ചെയ്യാം. So coming to the final part of the question, whether proteins can lead to kidney damage. Studies have shown that proteins, excess intake of proteins or even normal intake sometimes can trigger some changes in the kidney cells, that is the glomeruli. Like it can increase the GFR, glomerular filtration rate, and it can lead to hyperfiltration. And it also leads to the increased size of the cells of the kidney. And these things have been found by researchers. But it doesn't mean that these are due to the kidney damage, but it is due to the fact that the protein, the presence of protein is leading to an improved functionality of the kidneys. This is the latest researchers are coming out. So there is absolutely no need to worry. You can take proteins, but make sure that these proteins are coming from healthy sources, like more of germinated seeds, then also lentils, legumes, these sort of things, and dairy products if you are taking, fat-free dairy products, and meat items if you are taking, try to avoid the fatty part, and especially try to avoid red meat. And if the source of protein is healthy, nothing to worry about it. And also it is shown that proteins helps to maintain health in diabetics and hypertension. And we know diabetes and hypertension are 2 main reasons for kidney damage. But a word of caution, if you are having any sort of kidney abnormalities or reduced kidney function, in such cases you have to cut down your protein intake, and you should take the advice of your doctor or dietitian to take a proper amount of protein in such cases. And in between, യെസ് നമസ്കാരം. അതിൻ്റെ ഇടയ്ക്ക് മീര ഈശ്വരനും നമസ്കാരം പറഞ്ഞിരുന്നു. എല്ലാവർക്കും നമസ്കാരം. So one more part, and one of our friend had asked, Jinesh had asked about uric acid. But in cases of uric acid, you have to reduce the intake of protein, and I will explain what all things to be taken and what all precautions to be taken in cases of increased uric acid in another episode, maybe tomorrow or day after tomorrow I will discuss it. Okay, so thank you. അപ്പോൾ എല്ലാവർക്കും
പ്രോട്ടീനെ കുറിച്ചുള്ള ഒരു സാമാന്യമായ അറിവ് ലഭിച്ചുവെന്ന് വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞ പോലെ ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങളായി നമ്മൾ ഡയറ്റിനെ കുറിച്ച് തന്നെ, ഭക്ഷണത്തിനെ കുറിച്ച് തന്നെ ചർച്ച ചെയ്യാനുള്ള കാരണം, നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ഭക്ഷണ ഘടകങ്ങളെക്കുറിച്ച് ഒരു അറിവ് ലഭിച്ചാൽ മാത്രമാണ് വേണ്ട രീതിയിൽ ഭക്ഷണത്തെ പ്ലാൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നല്ല രീതിയിലുള്ള ഭക്ഷണത്തിൻ്റെ പ്ലാനിങ്ങും അതോടൊപ്പം തന്നെ ഞാൻ ഇവിടെ നിന്ന് പഠിപ്പിച്ചു തരുന്ന മെഡിറ്റേഷനും ബ്രീത്തിങ് ടെക്നിക്സും എല്ലാം ആകുമ്പോൾ ഒരുമാതിരിപ്പെട്ട ഒരു ആരോഗ്യകരമായ ഒരു ജീവിതം ഈ ലോക്ക്ഡൗണിന് ശേഷവും തുടരാനായിട്ട് നിങ്ങളെ ഇത് പ്രാപ്തരാക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലോ അതുമല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളുടെ കാര്യത്തിലോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വാട്സപ്പ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ വിളിക്കാവുന്നതാണ്. എൻ്റെ നമ്പറെല്ലാം വളരെ ഇതായിട്ട് വ്യക്തമായിട്ട് തന്നെ ഈ പ്രോഗ്രാമിൻ്റെ കൂടെ അല്ലാതെയുള്ള പോസ്റ്റുകളിലും എല്ലാം ലഭ്യമാണ്. So let us get ready for the meditation now. We will start the practice of meditation. കണ്ണുകൾ അടച്ച് sit straight, eyes closed. കൈപ്പത്തികൾ മടിയിൽ വയ്ക്കുക. ഒരു കൈപ്പത്തിക്ക് മുകളിലായി മറു കൈപ്പത്തി. നട്ടെല്ലും ശിരസും നിവർന്നിരിക്കട്ടെ. കീപ് യുവർ സ്പൈൻ സ്ട്രൈറ്റ്, ഹെഡ് സ്ട്രൈറ്റ്. Switch off the mobiles and any electronic equipments which are working near to you. മൊബൈൽ ഫോണുകളും ബാക്കിയുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളും സ്വിച്ച് ഓഫ് ചെയ്യുക. മനസ്സിൽ ശ്വസനഗതി വളരെ ശാന്തതയോടെ വീക്ഷിക്കുക. Observe the breathing in your mind. Now, let us go for the abdominal breathing with Akara. Keep the right palm over the abdomen, above the navel. The left palm over the chest. ഇനി ശ്വാസം ഉള്ളിലേക്ക് എടുക്കവേ ഉദരഭാഗം മുകളിലേക്ക് ഉയരുന്നതും ശ്വാസം പുറത്തേക്ക് വിടുന്നതിന് പകരമായി അകാരം പുറപ്പെടുവിച്ചുകൊണ്ട് ഉദരഭാഗം താഴേക്ക് വരുന്നതും അനുഭവിച്ചറിയുക. Let us start abdominal breathing with Akara. Inhale. Now let us go for the chest breathing. Keep both the palms over the chest. While inhaling, feel the chest cavity expanding and the lungs expanding as a result. And instead of exhalation, instead of breathing out, make the sound ooh. Let us start. Inhale.
Inhale. Now, slowly keep both the palms over the shoulders. Let us go for the shoulder breathing with Makara. As you breathe in, feel the shoulders rising up. But instead of breathing out, try to make the sound Makara. Inhale. Now, keep the palms down, one palm over the other palm. Let us go for the full yogic breathing with combination of A, U, Visualize the changes happening to the abdominal cavity, the chest and the shoulders as you breathe in. Breathe out while making the sound, a combination of A, U and Inhale. Bring the breathing back to normal stage. ശ്വസനം സാധാരണ സ്ഥിതിയിലേക്ക് കൊണ്ടുവരിക. നാം ചെയ്ത ശ്വസനക്രിയ മനസ്സിനും ശരീരത്തിനും വരുത്തിയിരിക്കുന്ന സുഖകരങ്ങളായ മാറ്റങ്ങൾ അനുഭവിച്ചറിയുക. Let the breathing rate calm down. Feel the beautiful changes all over the body and mind following the breathing practices. Keep a beautiful smile on your face. Try to visualize the breathing. The breathing is calmed down. If at all your mind is going away, don't force it to come back, but slowly, very slowly, bring it back to breathing. മനസ്സ് മറ്റിടങ്ങളിലേക്ക് പറക്കുന്നുവെങ്കിൽ അമിതമായ ശക്തി പ്രയോഗിക്കാതെ തന്നെ മനസ്സിനെ തിരികെ ശ്വസനത്തിലേക്ക് കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുക. Now we will go for the step ladder
breathing. First inhalation in stepladder pattern followed by normal exhalation. Let us start. In, hold, in, hold, in, hold, in, hold, exhale. In, hold, in, hold, in, hold, in, hold, exhale. In, hold, in, hold, in, hold, in, hold, exhale. In, hold, in, hold, in, hold, in, hold, exhale. Give a small break. Keep one palm over the other palm. Eyes closed. Visualize the changes in breathing. The beautiful changes happen to the mind and body following the stepladder inhalation. Now, let us move to the next technique. Normal inhalation followed by stepladder exhalation. Let us start. Inhale. Yes, hold. Yes, hold. Yes, hold. Yes, hold. Inhale. Yes, hold. Yes, hold. Yes, hold. Yes, hold. Inhale. Yes, hold. Yes, hold. Yes, hold. Yes, hold. Inhale. Yes, hold. Yes, hold. Yes, hold. Yes, hold. Inhale. Yes, hold. Yes, hold. Yes, hold. Yes, hold. Inhale. Yes, hold. Yes, hold. Yes, hold. Yes, hold. Stop the breathing. Bring the breathing back to normal stage. Visualize the beautiful changes all over the body and mind. Keep your eyes closed. Keep a beautiful smile on your face. Now, let us go for the stepladder inhalation and exhalation combined. Let us start. In, hold, in, hold, in, hold, in, hold. Yes, hold, yes, hold, yes, hold, yes, hold. In, hold, in, hold, in, hold, in, hold. Yes, hold, yes, hold, yes, hold, yes, hold. In, hold, in, hold, in, hold,
in, whole, x, whole, x, whole, x, whole, x, whole, in, whole, in, whole, in, whole, in, whole, x, whole, x, whole, x, whole, x, whole, in, whole, in, whole, in, whole, in, whole, x, whole, x, whole, x, whole, x, whole, in, whole, in, whole, in, whole, in, whole, x, whole, x, whole, x, whole, x, whole. Bring the breathing back to normal stage. Visualize the beautiful relaxation flowing throughout the body and mind, following the step ladder combined breathing. Keep a beautiful smile on your face. മനസ്സും ശരീരവും ശാന്തമാകുന്നത് അനുഭവിച്ചറിയുക. അഗാധമായ വിശ്രമാവസ്ഥ. Now, let us go for the next practice, the equalization breath practice. In this practice, try to equalize your inhalation and exhalation. For example, if inhalation is in, 2, 3, 4, then exhalation also will be x, 2, 3, 4. So try to combine both inhalation and exhalation, but it should be in equal quantity and quality. Okay, let us start. So no holding the breath, no gaps in between. Just it should be a smooth flow, but it is not step ladder breathing. Hope it is clear, right? It is not step ladder breathing that we should be doing. It is just inhalation, but a small break we take in between the breaths, not holding the breath. Just you take little in, stop it there, but not holding. In, 2, 3, 4. In step ladder breathing, it was like in, hold, but here there is no holding the breath. It is just a small pause. Okay, this is the difference between these two breathings. Let us start now. First, the inhalation and exhalation. Let us do it with abdominal breathing. Keep the right palm over the abdomen, left palm over the chest. Now, as you breathe in, 2, 3, 4, the abdominal wall is coming up. As you breathe out, the abdominal wall is coming down, and it is completely pressing the internal part of your abdomen. Let us start now. In, 2, 3, 4. X, 2, 3, 4. 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 Slowly. Keep the hands down, one palm over the other palm. Visualize the effects of equalization breathing all over the body and mind. മനസ്സിനും ശരീരത്തിനും കൈവന്നിരിക്കുന്ന സുഖകരമായ വിശ്രമാവസ്ഥ.
അനുഭവിച്ചറിയുക. കീപ് എ ബ്യൂട്ടിഫുൾ സ്മൈൽ ഓൺ യുവർ ഫേസ്. മുഖത്ത് മനോഹരമായൊരു പുഞ്ചിരി വിരിയട്ടെ. Now, let us go for the next practice, that is the full yogic breathing with equalization. Here we should observe the changes happening to the abdomen, the chest as well as the shoulders while breathing in. As we breathe out, feel the shoulders coming down, the chest contracting and your abdominal wall coming down. Let us start now. Full yogic breathing. One palm over the other palm. In, 2, 3, 4. Yes, 2, 3, 4. 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 Slowly bring the breathing back to normal stage. Visualize the beautiful changes all over the body and mind following the equalization breathing. The mind is calmed down, the body is relaxed. Feel the changes all over the body and mind. Now, everyone please open your eyes for a while. ഒന്ന് കണ്ണുകൾ തുറക്കുക. Now we are going to move to the next technique, a new technique. So far we learned how to do the step ladder breathing, then different types of breathing, right? The abdominal breathing, the chest breathing, the shoulder breathing, the combination of all these, the full yogic breathing, and the different permutations and combinations in the breathings we are experimenting now. Now we have learned how to equalize and stabilize the breathing. We did it in both abdominal breathing as well as the yogic breathing. Now we are moving to the next technique. ഇനി അടുത്ത ടെക്നിക്കിൽ നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ ശ്വസനത്തിൻ്റെ അളവിനെ കൂട്ടിയെടുക്കാനുള്ള ഒരു ശ്രമമാണ്. Now we are trying to increase the length of our breaths. For example, so far we have been doing inhalation and exhalation in equal counts. Now, step by step, like in the first stage, I'll just ask you to breathe in 2, 3, 4. X 2, 3, 4. Then maybe next time it will be in 2, 3, 4, 5. Then X 2, 3, 4, 5. Then the next breathing will be in 2, 3, 4, 5, 6. Then X 2, 3, 4, 5, 6. This way, okay. Each breathing we will increase the count by 1. 4, 5, 6, 7, 8. Let us go up to 8 today and let us see how many of you could do it. Okay. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. Hope it is clear. Anyway, let us practice, and if any doubts, you can ask me at the end of the session. Okay. Now, keep one palm over the other palm, full yogic breathing. Let us go for
equalization, breathing, but with increasing count, ascending count. Let us start now. In, 2, 3, 4. Yes, 2, 3, 4. In, 2, 3, 4, 5. Yes, 2, 3, 4, 5. In, 2, 3, 4, 5, 6. Yes, 2, 3, 4, 5, 6. In, 2, 3, 4, 5, 6, 7. Yes, 2, 3, 4, 5, 6, 7. In, 2, 3, 4, 5, 6, 7, 8. Yes, 2, 3, 4, 5, 6, 7, 8. Now the descending count. In, 2, 3, 4, 5, 6, 7. Yes, 2, 3, 4, 5, 6, 7. In, 2, 3, 4, 5, 6. Yes, 2, 3, 4, 5, 6. In, 2, 3, 4, 5. Yes, 2, 3, 4, 5. In, 2, 3, 4. Yes, 2, 3, 4. Slowly bring the breathing back to normal stage. Feel the beautiful relaxation all over the body and mind. Following the breath increasing meditation. Keep a beautiful smile on your face. The mind is relaxed, the body is relaxed. Now, let us go for the pulse and heart rate meditation. Sit straight, eyes closed, one palm over the other palm. Now, try to visualize your heartbeat. Try to feel the heartbeat. Visualize your heart on the left part of your chest region. നെഞ്ചിൻ്റെ ഇടതുവശത്തായി ഹൃദയം മനസ്സിൽ വീക്ഷിക്കുക. ഹൃദയത്തിൻ്റെ സ്പന്ദനങ്ങൾ മനസ്സിൽ അറിയാനായി ശ്രമിക്കുക. Visualize your heart. Try to visualize the heart beating. You can feel light heaviness on the left part of the chest. നെഞ്ചിൻ്റെ ഇടതുവശത്തായി ഒരൽപ്പം ഘനം അനുഭവപ്പെടുന്നു. പക്ഷേ ഇതൊരു സുഖകരമായ സമ്മർദ്ദമായി അനുഭവപ്പെടുന്നുള്ളൂ. But we are feeling it is an enjoyable sensation. The heart functions getting calmed down. ഹൃദയം ശാന്തമാകുന്നു. Now, slowly catch hold of the pulse on your right hand. വലത് കൈയിലെ പൾസ് ഇടത് കൈ കൊണ്ട് അറിയാൻ ശ്രമിക്കുക. മെല്ലെ മെല്ലെ
4 പൾസിന് തുല്യമായി ഒരു ഇൻഹലേഷൻ, 4 പൾസിന് തുല്യമായി ഒരു എക്സലേഷൻ എന്ന രീതിയിൽ പൾസ് കൗണ്ട് ബ്രീത്തിങ്. ലെറ്റ് us start. In 2 3 4. 8 2 3 4. ഈ രീതിയിൽ 4 പൾസിന് തുല്യമായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതും 4 പൾസിന് തുല്യമായി തന്നെ ശ്വാസം പുറത്തേക്ക് വിടാനും ശ്രമിച്ചുകൊണ്ട് കണ്ണുകൾ അടച്ച് ധ്യാനാവസ്ഥയിൽ നിലകൊള്ളുക. Try continue the pulse breathing. Practice yourself. Don't wait for my command. You can feel your pulse rate calming down. Pulse rate വളരെ വളരെ ശാന്തമാകുന്നത് അനുഭവിച്ചറിയുക. ശ്വസനഗതിയും വളരെ വളരെ ശാന്തമാകുന്നു. The breathing rate is also calmed down. Slowly release your hands. Keep one palm over the other palm. കണ്ണുകൾ അടച്ച് ധ്യാനാവസ്ഥയിൽ തുടരുക. മനസ്സും ശരീരവും സുഖകരമായ നിശബ്ദതയെ പുൽകിയിരിക്കുന്നത് അനുഭവിച്ചറിയുക. Feel the complete silence inside your body and mind. Following the breathing practices and the pulse meditation. The breathing rate is calmed down. The heart rate is calmed down. The body functions are calmed down. The mind is calmed down. ശരീര പ്രവർത്തനങ്ങൾ, മാനസിക വൃത്തികൾ, ഹൃദയമിടിപ്പ്, ശ്വസനഗതി എല്ലാം എല്ലാം ശാന്തമാകുന്നത് അനുഭവിച്ചറിയുക. നിശബ്ദനായി നിശ്ചലനായി നിലകൊള്ളുക. ഇനി ഞാൻ പറയുന്ന പോസിറ്റീവ് കമാൻഡ്സ് മനസ്സിൽ നിശബ്ദമായി മനസ്സിനോട് തന്നെ ഉരുവിടുക. Repeat the positive commands in your mind without opening your mouth. Speak to yourself, speak to your mind. I am completely healthy. I am filled with confidence. I am completely healthy. I am filled with confidence. I am completely healthy. I am filled with confidence. Repeat yourself. ഞാൻ പരിപൂർണ ആരോഗ്യവാനാണ്. എന്നിൽ ആത്മവിശ്വാസം നിറയുന്നു. ഞാൻ പരിപൂർണ ആരോഗ്യവാനാണ്. എന്നിൽ
ആത്മവിശ്വാസം നിറയുന്നു. ഞാൻ പരിപൂർണ ആരോഗ്യവാനാണ്. എന്നിൽ ആത്മവിശ്വാസം നിറയുന്നു. മനസ്സിനോട് സ്വയം പറയുക. കണ്ണുകൾ തുറക്കാതെ, ചുണ്ടുകൾ അനക്കാതെ മനസ്സിനോട് തന്നെ ആവർത്തിക്കുക. ഈയൊരു ആത്മവിശ്വാസത്തെയും ആരോഗ്യത്തെയും മനസ്സിൻ്റെ, ശരീരത്തിൻ്റെ അടിസ്ഥാന താളമാക്കി മാറ്റിക്കൊണ്ട് ഹൃദയത്തിൻ്റെ, മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക്, അന്തരാളങ്ങളിലേക്ക് സ്വാംശീകരിച്ചുകൊണ്ട്, സ്വയത്തമാക്കിക്കൊണ്ട് കണ്ണുകൾ മെല്ലെ മെല്ലെ തുറക്കുക. Absorb this beautiful relaxation, happiness and health into the deepest core of your mind and heart. Slowly, very slowly open up your eyes. കണ്ണുകൾ തുറക്കുക. ഇനി കൈകൾ ശരിക്ക് കൂട്ടിത്തിരുമ്മി ചൂടാക്കുക. Rub your palms and make them warm. Apply this light heat all around your eyes 3 times so that the muscles around your eyes will get relaxed. ഈ ഒരു രീതിയിൽ 3 വട്ടം. So that finishes our today's practice. അപ്പോൾ ഇന്നത്തെ അഭ്യാസം നമ്മളിവിടെ പൂർത്തിയാക്കുകയാണ്. So let me ask you one question now, like how many of you could do it in the right manner? Today we learned a new technique, right? That is increasing the inhalation and exhalation in an ascending count, then decreasing it in the descending order. How many of you could do it in the proper manner or the right manner? എത്ര പേർക്ക് ഇന്ന് ഈ ടെക്നിക്ക് ഭംഗിയായിട്ട് ചെയ്യാൻ സാധിച്ചു? ഞാൻ 1 മിനിറ്റ് സമയം തരാം. I will give you half a minute. If anyone is responding, then I will wait and then we will wind up the session. Please do respond. Let me know. Just a yes or no, whether you could do it or found it difficult. Okay, what is the advantage of step ladder breathing to yogic breathing? Okay, you could do it. Okay, step ladder breathing will help to expand the capacity of the lungs. Okay, step ladder breathing, as we know, by each step when we breathe, this way the each and every internal part of the lungs will get expanded, and that way the gaseous exchange will improve when we practice the step ladder breathing. And coming to other breaths, these things will further help us to improve the concentration. That's why we are combining the meditative part with the pranayams. So that way it will give you much more benefits. That's why we are combining the benefits of pranayams with meditation. Okay, Shiva, Gayatri, yes. Okay, Lakshmi, yes. A.R. Sandoshan did. Okay, good. അപ്പോൾ എല്ലാവർക്കും തന്നെ ചെയ്യാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. And today the attendance was very less. I don't know what happened. Maybe it is Saturday. So anyway, we will take a break tomorrow. And whether the sessions will be on a continuous mode from next week. In Ernakulam and all, the lockdown is being removed now. So I don't know how the sessions will plan up in next week. Definitely the sessions will be there. Okay, Samir, welcome. I don't know how the sessions will be planned, but mostly it will be on alternate days. We may keep it on Monday, Wednesday and Fridays in the evening, mostly at the same time. Or if any changes required, I will let you know on Monday morning. അപ്പോൾ എല്ലാവർക്കും നന്ദി. ഈ വീഡിയോ കഴിയാവുന്ന അത്ര എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുക. കഴിയാവുന്നത്ര പേരിലേക്ക് ഈ മെഡിറ്റേഷൻ ടെക്നിക്ക് എത്തട്ടെ. അതുപോലെ തന്നെ
ഈ തിങ്കളാഴ്ച മുതൽ ഇതിൽ കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹമുള്ളവർ, താല്പര്യമുള്ളവർ ഒന്ന് ജസ്റ്റ് എനിക്ക് എൻ്റെ വാട്സപ്പിലോ അതല്ലെങ്കിൽ എൻ്റെ ഫേസ്ബുക്ക് മെസ്സഞ്ചറിലോ ഒരു മെസ്സേജ് വിടുക, ഐ ആം ഇൻട്രസ്റ്റഡ് ടു കണ്ടിന്യൂ എന്ന് പറഞ്ഞ്. അതിനനുസരിച്ച് എനിക്ക് എത്ര പേരുണ്ട് എന്നതിനനുസരിച്ച് ചിലപ്പോൾ നമ്മളൊരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഫോം ചെയ്ത്, കാരണം ഇപ്പോൾ കുറച്ച് അഡ്വാൻസ് ലെവലിലേക്ക് നമ്മളിപ്പോൾ വരികയാണ്. അതുകൊണ്ട് തന്നെ ഇത് എല്ലാവരും പുതുതായി വന്നവർക്ക് ചിലപ്പോൾ ഈ ടെക്നിക്സ് പെട്ടെന്ന് ചെയ്ത് നോക്കുമ്പോൾ ഇത് തെറ്റായിട്ടെല്ലാം ചെയ്യാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുന്ന കാര്യം നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്താണെങ്കിലും താല്പര്യമുള്ളവർ എന്നെ ഒന്ന് അറിയിക്കുക. സോ ദോസ് ഹു വാണ്ട് ടു continue the sessions even after the lockdown period, please let me know so that they can message me, or they can just message me in the inbox in Facebook, so that I will have an idea how many of you will be continuing. And moreover, I don't want these new techniques to be practiced by new entrants, like if someone has joined just today and now we will be moving to the advanced techniques. So we will make a small group which will be closed for only those who are becoming members of this group. So that way I am planning it. These are all just plans, and let me see how many of you will be interested. You can just message me. So once again, thank you, and see you mostly on Monday, otherwise Tuesday. Thank you.